ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, എല്ലാ മാതാപിതാക്കന്മാരും മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുത്ത് വിശുദ്ധിയുള്ള ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാ മാതാപിതാക്കന്മാരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കല് ഒരു ഇടവക ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ഇവന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു, തലമുടിയൊക്കെ നീട്ടി ഒരു പ്രത്യേകമായ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആരോടും മിണ്ടുന്നില്ല. ഇവനിടയ്ക്ക് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ഇവന്റെ ഫ്രണ്ട്സൊക്കെ അപ്പുറം മാറിയിരുന്നു. ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവനെ ഇങ്ങനെ കൂട്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവൻ കഞ്ചാവാണ്, അവൻ്റെ കൂടെ കൂടിയാൽ ശരിയാകത്തില്ല, അവൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കാരണം ഈശോ മദ്യപാനികളെയും വ്യഭിചാരികളെയും ചുങ്കക്കാരെയൊക്കെ ചേർത്ത് നിർത്തിയ ഈശോ. അപ്പോൾ ഞാൻ ഈശോയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുമ്പോൾ ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഈശോയുടെ ശിഷ്യനാകാൻ സാധിക്കത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ ചെന്നിരുന്നു. ഇവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇവനിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഈ മയക്കുമരുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും വേദനയൊക്കെ എടുക്കുമോ, കൈക്ക് വേദനയൊക്കെ എടുക്കുമോ എന്നിങ്ങനെ ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ കൈയുടെ ഈ സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേദന എടുക്കത്തില്ല എന്നിങ്ങനെ ആവേശത്തോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്നേരം ഇവനോട് ചോദിച്ചു, നീ ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ എങ്ങനെയാ ഇത് ഇത്രയും കറക്റ്റായിട്ട് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഞാനും ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര താല്പര്യമായി. കാരണം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളോട് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും വലിയ വലിയ ഉപദേശങ്ങളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും അംഗീകരിക്കത്തില്ല. കാരണം ഇവര് ചെയ്തെന്നൊക്കെ നമ്മളും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. കാരണം ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല, പക്ഷെ ഇവനോട് ഇവന്റെ ഒരു മനസ്സിൽ അറിയാൻ വേണ്ടിയിട്ട് ഇവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ അപ്പന് എന്നോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എല്ലാ ദിവസവും അപ്പൻ മദ്യപിച്ചിട്ട് വീട്ടിൽ വരും. എന്നെ കാണുമ്പോഴേ അപ്പൻ സംസ്കൃത ഭാഷയിൽ കുറച്ച് വാക്കുകൾ പറയാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് സങ്കടമാവും, ഞാൻ കരയാൻ തുടങ്ങും. പിന്നെ അപ്പൻ അമ്മയായിട്ട് എന്നും വഴക്കായി. ഇതെല്ലാം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാതെ അപ്പം വരുന്ന സമയമാകുമ്പോൾ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അടുത്തുള്ള പള്ളക്കാട്ടിൽ പോയി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വന്ന് കിടക്കും. ഇങ്ങനെ തുടർന്ന് പോകാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ കൂട്ടുകാർ വിളിച്ചു, രാത്രി നീ അവിടെ കിടക്കണം, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞുകൊണ്ട് ടൗണിലേക്ക് വരും. അങ്ങനെ ഞാനിങ്ങനെ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നിങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, ഈശോ നിന്നെ സഹായിക്കും, ഈശോ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കത്തില്ല, ഈശോ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവനിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ അച്ഛൻ, വികാരി അച്ഛൻ, ഞാൻ ഇവനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ഇവന്റെ വീട്ടിലൊന്ന് പോയി ഇവന്റെ അപ്പനുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം അച്ഛൻ ഒരു തവണ ഇരുന്നിട്ട് സംസ്കൃത ഭാഷയിലെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ചു പോയി, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ അതിനൊരു കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞാൽ മതി, അച്ഛൻ അനുവാദം തന്നാൽ മതി, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. താഴെ എത്തിയപ്പോ തന്നെ ഈ ചേട്ടന്, ഈ ചെറുപ്പക്കാരന്റെ അപ്പന് മദ്യപിച്ച് അവിടെ കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈശോട് പറഞ്ഞു, ഈശോ എന്നെ ഒന്ന് സഹായിച്ചേക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള വചനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാം. ഞാനപ്പോൾ ഒരു വചനം പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനം പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈശോട് പറഞ്ഞു, ഈ ചേട്ടന്റെ നാവിനെ ഒന്ന് കെട്ടി ഒന്ന് സഹായിച്ചേക്കണം ഈശോയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഞാൻ ചെന്ന സമയത്ത് ഈ ചേട്ടൻ നെഗറ്റീവായിട്ട് ഒരു വാക്കുകൾ പോലും പറഞ്ഞില്ല. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇടവകയിൽ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, മകനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, മകനകത്തുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മകനോടും ഒന്ന് സംസാരിക്കണം, ചേട്ടനോടും കൂടെ എനിക്കൊന്ന് സംസാരിക്കണം, ചേട്ടനോട് സംസാരിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളാൻ പറഞ്ഞു. കാരണം അത്ര നേരം ദേഷ്യപ്പെട്ടിരുന്ന ചേട്ടനോട് ഈ സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തോടെ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ഈ ചേട്ടനോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മകന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണല്ലോ, ചേട്ടനും കൂടെ അറിയാവുന്നതല്ലേ, ഒന്ന്
ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പള്ളിയിലൊക്കെ വന്ന് കുമ്പസാരിച്ച് ഈശോയൊക്കെ സ്വീകരിച്ച് ഒരു വിശുദ്ധിയിൽ മുമ്പോട്ട് പോകുമ്പോൾ മകന്റെ ജീവിതത്തിൽ മാറ്റം വരും, ഒരു ദൈവാനുഗ്രഹമൊക്കെ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, മകനിക്ക് ഇങ്ങനെ ഉണ്ടായത്. പക്ഷെ എനിക്കിത് നിർത്താൻ സാധിക്കുന്നില്ല. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞു, ഞാനെന്നാ പുറത്തോട്ട് പോകാന്ന് പറഞ്ഞു. അതെ, ചേട്ടൻ പുറത്തോട്ട് പോയി, മകനകത്തിരിപ്പുണ്ട്, ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കയറ്റി വിട്ടു. ഞാനിവനോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ അവനെ ബൈക്കിന് കയറ്റി ടൗണിൽ കൊണ്ടുവന്ന് ഒരു ബാർബർ ഷോപ്പിൽ കയറ്റി അവൻ്റെ മുടിയൊക്കെ വെട്ടിച്ചു. അവൻ ആദ്യമേ സമ്മതിക്കത്തില്ലായിരുന്നു, പക്ഷെ എന്നാലും മുടിയൊക്കെ വെട്ടി. ഞാൻ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് വചനം വായിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരച്ഛനല്ല. അച്ഛൻ പറഞ്ഞു, അതിനെന്താ നീ നാളത്തെ കുർബാനയ്ക്ക് വന്ന് വചനം വായിച്ചു എന്ന് പറഞ്ഞ് അന്നത്തെ വചനത്തിന്റെ ലേഖനത്തിന്റെ അധ്യായമൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് അവൻ പിറ്റേ ദിവസം വന്ന് കുർബാനയ്ക്ക് കൂടുകയും ലേഖനം വായിക്കുകയൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്ര മാത്രം. മാതാപിതാക്കന്മാര് മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വിശുദ്ധിയിൽ വളർന്നു വരും. അവർക്ക് ദുർമാതൃക കാണിച്ചു കൊടുത്താൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ നാശത്തിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടിയില്ല, സ്ത്രീധനം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മായിമ്മ പറഞ്ഞു, അമ്മായിപ്പം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ പരസ്പരം ഈ കലഹിക്കുമ്പോൾ, ഈ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ ആ കുഞ്ഞു ഹൃദയത്തിലേക്ക് എത്രമാത്രം മുറിവുണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബലം പിടിച്ചങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം വേദന ഉണ്ടാകുന്നുണ്ടെന്ന് മാതാപിതാക്കന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കല് ഒരു ഇടവക ധ്യാനത്തിന്റെ സമയത്ത് ഒരു അപ്പനും അമ്മയും അവരുടെ മക്കളുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു. ഞങ്ങൾ അങ്ങനെ ആ പള്ളിയുടെ പാരിഷ് ഹാളിലിരുന്നാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഈ അപ്പനും അമ്മയും പറഞ്ഞൊരു കാര്യമാണ്, മക്കൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇടവകയിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, എല്ലാം സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ സൈക്കിൾ മേടിച്ചു കൊടുക്കും, സ്മാർട്ട് വാച്ച് മേടിച്ചു കൊടുക്കും, എല്ലാം മേടിച്ചു കൊടുക്കും. ഇവർ ഈ ഭൗതികമായിട്ടുള്ള കണക്കുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവരിപ്പോൾ അനുസരിക്കുന്നില്ല, പഠിക്കുന്നില്ല, എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ദേഷ്യപ്പെടുന്നു. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈ അപ്പനും അമ്മയും പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മക്കൾക്ക് വേണ്ടിയല്ല, ഈ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഓഡിറ്റോറിയത്തിലെ പാരിഷ് ഹാളിലെ കുറച്ച് കസേരകൾ, ഒരു സൈഡിൽ ഇങ്ങനെ കസേര ഇങ്ങനെ നല്ല ലൈനായിട്ട് കിടക്കുന്നു, മറു സൈഡിൽ കസേര ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ മാതാപിതാക്കന്മാരെ അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ ആ കസേര കിടക്കുന്നൊന്ന് കാണാമെന്ന് ചോദിച്ചു. കാരണം ധ്യാനത്തിന് ഒത്തിരി കസേര അടുക്കി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കസേര അടുക്കുമ്പോൾ ലൈൻ നേരെ കസേര അടുക്കിയിട്ട് കഴിഞ്ഞാൽ ഈ പുറകോട്ടുള്ള കസേര നമുക്ക് ആ ഫ്രണ്ടിലത്തെ ലൈൻ നോക്കി ലൈനായിട്ട് നമുക്ക് ഇടാൻ പറ്റും. എന്നാൽ ഫ്രണ്ടിൽ കിടക്കുന്ന കസേര അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഈ ബാക്കിലോട്ടുള്ള കസേര നമുക്ക് നേരെ ചൊവ്വേ ഇടാൻ പറ്റാതെ വരും. എന്നിട്ട് മാതാപിതാക്കന്മാരോട് ചോദിച്ചു, ഇപ്പം കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. മക്കളുടെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ എന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ഒരു വല്ലാത്തൊരു വിഷമമായി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ കിടന്ന് എന്നും വഴക്കാണ്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിനേക്കാണ് വഴക്കുണ്ടാക്കുന്നത്, അല്ല സ്ത്രീധനത്തിന്റെ പേരിലും, അല്ലെങ്കിൽ ബന്ധുക്കാരങ്ങനെ പറഞ്ഞില്ലേ, ബന്ധുക്കാരിങ്ങനെ പറഞ്ഞില്ലേ, ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഈ ചുരിദാർ എനിക്ക് മേടിച്ചു തന്നില്ല, ഇതൊക്കെ പറഞ്ഞാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത്. ഇത് വഴക്കുണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വലിയ മുറിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മിക്ക മാതാപിതാക്കന്മാരും ചിന്തിക്കാറില്ല. അവര് സ്വന്തം താല്പര്യം അനുസരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നുണ്ടെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കണം. കാരണം ഇവരും വലുതാകും. ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്ലാവല ചിരിക്കില്ല എന്ന്. കാരണം നമ്മൾക്കും ഒരു ദിവസം മാതാപിതാക്കന്മാർക്കും പ്രായമാകും.
അപ്പോൾ ഈ കുഞ്ഞുമക്കൾ വലുതാകും, ഇവരാണ് നമ്മളെ നോക്കേണ്ടത്. നമ്മൾ ഇവർക്ക് ദുർമാതൃക കാണിച്ചു കൊടുത്തിട്ട് പ്രായമായി കഴിയുമ്പോൾ മക്കൾ നോക്കുന്നില്ല, മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ചെറുപ്പത്തില് കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പറഞ്ഞു വിടുമായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി പഠിക്കാൻ കഴിവുള്ള ആളൊന്നുമല്ല. 10ാം ക്ലാസ്സിൽ 218 മാർക്ക് മേടിച്ച് ജയിച്ച ഒരാളാണ്. ഹിന്ദി പരീക്ഷയ്ക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രം തിരിച്ചെഴുതി വിട്ട് ഞാൻ ജയിച്ച ഒരാളാണ്. കാരണം വീട്ടുകാർക്ക് എന്നോട് വലിയ പഠനത്തിന്റെ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പറഞ്ഞു വിടുമായിരുന്നു. സാമ്പത്തികമില്ലാത്ത ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് ചെറുപ്പത്തിൽ ഒരു സൈക്കിളൊക്കെ മേടിച്ച് തന്നിട്ട് എല്ലാ ദിവസവും പറയും, നീ കുർബാനയ്ക്ക് പോയി പോകണമെന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും എന്നെ കുർബാനയ്ക്ക് പറഞ്ഞു വിടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും പരിശുദ്ധാത്മാവിനോടൊത്ത് ചേർന്ന് പോകുവാനൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിക്കണം. മാതാപിതാക്കന്മാര് ഉണരുമ്പോൾ മക്കൾ ഉണരും. നമ്മളൊരു മനോഹരമായ ഒരു ഗാനമുണ്ട്: ഞാൻ ഉണർന്നാലൻ ദേശം ഉണരും, ഞാൻ ഉണർന്നാലൻ ഭവനം ഉണരും. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഉണരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണരുവാൻ വേണ്ടി മൊബൈലിന്റെ അഡിക്ഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെ തെറ്റായ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്, പഠിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്, അല്ലെ മദ്യത്തിന് മയക്കുമരുന്നിന്റെ അഡിക്ഷനിലേക്ക് കടന്നു പോകുന്നവരെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കന്മാര് വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളും വിശുദ്ധിയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് മക്കൾക്ക് മാതൃകയാകുവാൻ നിങ്ങൾ ഓരോ മാതാപിതാക്കന്മാരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ മാതാപിതാക്കന്മാരിലേക്കും, എല്ലാ കുഞ്ഞുമക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.